ലത സുരുചിക്കുട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ടിക്ക. എയർ ഫ്രയറിൽ പനീർ ടിക്ക ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു വലിയ സവാള, അതായത് ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അതുപോലെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ഒരേപോലെ സ്ക്വയറാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് അതിനെ രണ്ടായിട്ട് നീളത്തിൽ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 1-2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മേത്തി കുറച്ചെടുത്തിട്ട് അത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതെല്ലാ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും എരിവും ഒക്കെ എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് അല്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം ഒന്നും ഒഴിക്കേണ്ട, കുറച്ചൊന്ന് ഓയിൽ ഇതുപോലെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 150 ഡിഗ്രിയിൽ ഒരു 6 മിനിറ്റ് ആണ്, 5-6 മിനിറ്റ് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ വെക്കാനുള്ള സിലിക്കൺ അതിലേക്ക് ഞാൻ അല്പം ഒന്ന് എണ്ണ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പ്രേ ചെയ്ത അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പനീറും സവാളയൊക്കെ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അത് ഞാനൊരു 185 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് അത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ പനീർ ടിക്ക, എയർ ഫ്രയറിൽ പനീർ ടിക്ക ഉണ്ടാക്കിയത് ആണ് ഇവിടെ കാണിച്ചത്. അപ്പം നിങ്ങളും ഇതുപോലെ, അതായത് അതുകൊണ്ട് അധികം എണ്ണയൊന്നും ചിലവാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.